ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയി. ഇന്നലെ പറഞ്ഞ പോലെ സെൻറ്റ് ലൂയിസിൽ എത്തുന്നതിന് മുമ്പേ നമ്മളൊരു റെസ്റ്റ് ഏരിയ കടന്നു. നമ്മൾ പ്ലാൻ ചെയ്ത ട്രക്ക് സ്റ്റോപ്പ് വരെ പോകാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എണീറ്റു, നമ്മൾ ഇൻസ്പെക്ഷനൊക്കെ ഇട്ടു, എല്ലാം ഇൻസ്പെക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിയാപോളിസിൻ്റെ അടുത്ത് ഒരു ഫ്ലൈൻ്റെ ലൗസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി പാർക്കിംഗ് പിടിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ എത്തുമ്പോഴത്തെ എന്തായാലും വൈകുന്നേരം 5 മണി 6 മണിയാവും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അരമണിക്കൂർ ബ്രേക്ക് എടുക്കണം. അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട്. അപ്പം ഇന്നലെ നമ്മൾ കടിച്ചു പിടിച്ചത് അത്യാവശ്യം ഓടുമായിരുന്നു. കാരണം ഇന്നലെ നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു 2-3 മണിക്കൂർ കവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പ് അവിടെ എത്താൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ അത് ഞായറാഴ്ച ഒരു ഷിഫ്റ്റും കൂടെ നമ്മൾ തുടങ്ങിയിടേണ്ടി വരും നമ്മൾ അവിടെ എത്താൻ വേണ്ടി. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നലെ അധികം എവിടെയും നിർത്താണ്ട് കടിച്ചു പിടിച്ച് ആ ഒരു 2-3 മണിക്കൂർ കവർ ചെയ്യായിരുന്നു ഇത്. ഇനിയിപ്പം വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്കൊരു മൊത്തം 16 മണിക്കൂർ 18 മണിക്കൂർ എങ്ങാണ്ടാണ് വരുന്നത് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് 2 ദിവസമായിട്ട് ഫുൾ ഡേ ഓടിച്ച് കവർ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റ് ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെസ്റ്റ് ഏരിയയിൽ ഇപ്പം നമ്മൾ വിടാൻ നേരം ആയപ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും പോയി. പിന്നെ നമ്മളെക്കാളും കുറേ ലേറ്റായിട്ട് വന്ന വണ്ടികൾ മാത്രമേ ഇനിയിപ്പോൾ ബാക്കിയുള്ളൂ. ഒരു 3 ബാക്കിയുള്ളൂ. നല്ല റെസ്റ്റ് ഏരിയ ആയിരുന്നു. അത്യാവശ്യം അകത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, സൗകര്യമൊക്കെ. പക്ഷെ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാത്റൂം ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നല്ല, കാറിൻ്റെ സൈഡിലൊന്നും ട്രക്കിൻ്റെ സൈഡിലൊന്നുമായിട്ട് അങ്ങനെ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നല്ല വൃത്തിയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ട്രക്ക് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ ഹൈവേ 55 കയറുകയാണ്. ഈ 55 നമ്മൾ സെൻറ്റ് ലൂയിസ് വരെ പോകുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ വേറെ ഹൈവേയിലോട്ട് മാറി കയറും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4-5 മണിക്കൂറിനടുത്ത് ഡ്രൈവ് ചെയ്തു. നമ്മളൊരു റെസ്റ്റ് ഏരിയ നിർത്തി ഒന്ന് വാഷ്റൂമിൽ പോകണം. ഇനിയിപ്പോൾ നമുക്കൊരു 1.5-2 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് ഒരു ലൗസ് വരുന്നുണ്ട്. ആ ലൗസിൽ കയറി നമുക്ക് എണ്ണ അടിച്ച് അരമണിക്കൂർ ബ്രേക്ക് എടുക്കാം. എന്നിട്ട് അവിടുന്ന് ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ട്രക്ക് സ്റ്റോപ്പ് എത്തും. അപ്പോൾ നമുക്ക് ഈ റെസ്റ്റ് ഏരിയയിലേക്ക് പോവാം. ഇതാണ് നമ്മൾ പോകുന്ന റെസ്റ്റ് ഏരിയ. ഈ റെസ്റ്റ് ഏരിയ ഇപ്പം അകത്ത് വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പണ്ട് ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ട്രക്കിങ് ലൈഫ് തുടങ്ങിയ സമയത്ത് ഞാൻ ഇവിടെ ഒരു ദിവസം രാത്രി വന്ന് കടന്നിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ ഇവിടെ ഇതിൻ്റെ അകത്തൊക്കെ വന്നതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല റെസ്റ്റ് ഏരിയ ആണ് ഇത്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, നല്ല വൃത്തിയുണ്ട് എല്ലാ ഏരിയയും. ഇവിടെ ഒരു കെയർ ടേക്കർ തന്നെ ഇതിനു വേണ്ടി തന്നെയുണ്ട്. പുള്ളിക്കാരൻ എപ്പോഴും വന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ നമ്മളൊന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി. ഇതല്ലേ നമ്മുടെ പുലിക്കുട്ടൻ കിടക്കുന്നു. ആക്ച്വലി ഇത് മൊത്തത്തിൽ പാർക്കിംഗ് ആണ് വരുന്നത് ട്രക്കിൻ്റെ. ഇപ്പം പകലായതുകൊണ്ട് മൊത്തം കാലിയാണ്. നമ്മുടെ ട്രക്കും ഇപ്പോൾ ഒരു ട്രക്ക് വന്നു, അതിന് മുമ്പ് വേറൊരു ട്രക്ക് കിടക്കുന്നത്. നമ്മളിപ്പോഴും നമ്മുടെ സീൽ നമ്പർ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യണം, അത് തന്നെയാണോ എന്ന്. ബാക്കി ടയറെല്ലാം ഓക്കെയാണ്.
എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി ചെക്ക് ചെയ്യേണ്ടതാണ് ഇത്, നമ്മുടെ ട്രക്കും ട്രെയിലറും തമ്മിലുള്ള കണക്ഷൻ. അതാരും ആ ലോക്കൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ലല്ലോ ഒന്ന്, അതെല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി ഒരു എണ്ണയൊക്കെ അടിച്ചു. നമ്മൾ അരമണിക്കൂർ ബ്രേക്കിലാണുള്ളത്. ഒരു 15 മിനിറ്റായി, ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അകത്ത് പോയി റെസിപ്റ്റൊക്കെ മേടിക്കണം. ഞാൻ വിചാരിച്ചായിരുന്നു ഇവിടെ വന്നിട്ട് നമുക്കൊരു ഡ്രോണൊക്കെ ഒന്ന് പറത്തി നോക്കണം. കാരണം ഇതിൻ്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാം ലാൻഡാണ്, കൃഷി സ്ഥലങ്ങളാണ്, നല്ല വ്യൂ ആയിരിക്കും കാണാനൊക്കെ. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര കാറ്റാണ്. ട്രക്ക് തന്നെ നമ്മൾ ഈ ഹൈവേ കൂടെ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇത്രയും വെയിറ്റ് ഉണ്ടായിട്ട് തന്നെ ട്രക്ക് ഒരു സൈഡിലോട്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ആ സമയത്ത് ആ ലൈറ്റ് വെയിറ്റിലുള്ള ഡ്രോണും കൂടെ പറത്തി കഴിഞ്ഞാൽ ഡ്രോൺ പറമ്പിൽ പോയി കിടക്കും. അപ്പം ഇപ്പോൾ ഡ്രോൺ പ്ലാൻ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഏകദേശം 1 മണിക്കൂറും കൂടെയാണെന്ന് തോന്നുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ലൗസിലോട്ട്. അവിടെ പോയാൽ പാർക്കിംഗ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ആക്ച്വലി ഈ ലൗസ് നല്ല ലൗസായിരുന്നു. അപ്പുറത്ത് ഫുള്ള് ഫ്രീ ആയിട്ടുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ രാത്രി എപ്പോൾ വന്നു കഴിഞ്ഞാലും നമുക്ക് പാർക്കിംഗ് ഒക്കെ ഈസി ആയിട്ട് കിട്ടുന്നതായിരുന്നു. ഇവിടെ വേണമെങ്കിൽ കിടക്കായിരുന്നു. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ 1 മണിക്കൂർ കൂടെ ഓടാം. ഇല്ലെങ്കിൽ പിന്നെ നാളെ പിന്നെ ഇവിടുന്ന് പിന്നെ 8 മണിക്കൂർ നമ്മൾ ബോർഡറിലോട്ട് ഓടേണ്ടി വരും. തരുന്നാലും നമുക്ക് ഇവിടുന്ന് ഓടി ആ ലൗസിൽ പോയി കിടക്കാം. അതാകുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ലേറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ധൈര്യമായിട്ടിരിക്കാം, ബോർഡറിൽ എത്തുമെന്നുള്ളത് കൊണ്ട്. അപ്പം നമുക്ക് വണ്ടി ആദ്യം പയ്യെ മുമ്പോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അകത്ത് പോയി റെസിപ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം. അപ്പം നമ്മൾ പോയി ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, നമ്മുടെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഇതൊക്കെ അവരുടെ അടുത്ത് കണക്കിൽ ചെല്ലുന്നതാണ്, നമ്മൾ അവരുടെ കാർഡാണല്ലോ ഉപയോഗിക്കുന്നത്. എന്നാലും നമ്മൾ ഇതിൻ്റെ ഫിസിക്കലായിട്ടൊരു കോപ്പി ഇവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ പോയ ട്രിപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ പേരും ട്രിപ്പിൻ്റെ നമ്പറൊക്കെ എഴുതണം. എന്നിട്ട് നമ്മൾ ഒരു ആഴ്ച ഓടിയതിന് ശേഷം അവിടെ കമ്പനി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇടുന്ന ട്രിപ്പ് ഷീറ്റിൻ്റെ കൂടെ ഇത് ഇടണം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം 102 ഗ്യാലൻ ഡീസലും 8 ഗ്യാലൻ ഡഫും അടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ ട്രിപ്പ് ഷീറ്റിനകത്ത് എഴുതുകയും ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് എഴുതുകയും ചെയ്യണം. അപ്പം അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് പോകാനായി ഇനി ഒരു 1 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ നമ്മുടെ അരമണിക്കൂർ ബ്രേക്കിന്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടിച്ചും വിടാം. ഞാൻ ഇപ്പോഴും നമ്മുടെ ട്രക്കേഴ്സ് പാത്ത് എന്ന് പറഞ്ഞ ആപ്പിൽ നോക്കുമ്പോൾ അവിടെ പാർക്കിംഗ് ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. ഇവിടുന്ന് ഇനി 1 മണിക്കൂറും കൂടെ. എന്തായാലും നമുക്ക് അടിച്ചും വിട്ട് പോവാം. നമ്മളിപ്പം ഈ പോകുന്ന ഹൈവേ എന്ന് പറഞ്ഞാൽ ഒരു 218 എന്ന് പറഞ്ഞ ഒരു ലോക്കലായിട്ടുള്ള ഹൈവേ ആണ്. ഇത് നേരെ പോയി ജോയിൻ ആവുന്നത് ഇൻ്റർസ്റ്റേറ്റ് I-35 എന്ന് പറഞ്ഞ വലിയ ഹൈവേയിലോട്ടാണ്. പക്ഷേ ഇത് നമുക്ക് ഗൂഗിൾ മാപ്പിലേ കാണുള്ളൂ, ട്രക്ക് മാപ്പിൽ ഈ വഴി കാണിക്കുന്നില്ല. നമ്മളോട് ട്രക്ക് മാപ്പിൽ എപ്പോഴും പറയുന്നത് അടുത്ത എക്സിറ്റ് എടുക്കണം, അങ്ങനെ വേറെ വഴി കൂടെ പോകണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ട്രക്ക് റൂട്ട് തന്നെയാണ്, ഇതിൽ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. അതപ്പം നമ്മുടെ മുമ്പേ പോയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഇതിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവർ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് എളുപ്പ വഴി, വലിയ തിരക്കുമില്ല, നമുക്ക് പെട്ടെന്ന് മിനിയാപോളിസിൻ്റെ അടുത്ത് എത്താൻ പറ്റും. അപ്പം ഇനിയിപ്പോൾ I-35 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതേപോലെയാണ്, കുറച്ച് ദൂരം കാണിക്കുക. കാരണം അവിടെ ട്രക്ക് അലൗഡ് അല്ലെന്നാണ് പറയുന്നത് നമ്മുടെ ട്രക്ക് മാപ്പ്. പക്ഷെ അതെല്ലാം ട്രക്ക് റൂട്ടാണ്, ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർസ്റ്റേറ്റ് ഹൈവേയും ട്രക്ക് റൂട്ടാണ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കടക്കേണ്ട ലൗസിലെത്തുന്നതായിരിക്കും. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ നേരത്തെ ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുത്ത ലൗസിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ ഓടി നമ്മൾ I-35 കയറി
അവിടെ ഒരു ഹൗസിലാണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടെയാണ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആക്ച്വലി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.25 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനിയിപ്പം മിനിയാപോളിസിൽ ട്രാഫിക് ആയിരിക്കും. അതൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലും സെൻറ്റ് ക്ലൗഡ് മിനിസോട്ട എത്താണ്ട് നല്ലൊരു ട്രക്ക് സ്റ്റോപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്കുള്ളതൊക്കെ പെയ്ഡ് പാർക്കിംഗ് അങ്ങനത്തെ കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പോകണ്ട, നമുക്ക് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ രാവിലെ വെളുപ്പിന് എണീറ്റ് തിരക്കില്ലാത്ത സമയത്ത് നമുക്ക് മിനിയാപോളിസ് ക്രോസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഞാൻ വന്നു, ഇവിടെ ഒരു ഹൗസിൽ വന്നു. എനിക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി. പാർക്കിംഗ് ഒക്കെ ചെയ്തു സെറ്റപ്പായി. ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കാം, കിടന്നുറങ്ങാം. ഞാനാണെങ്കിൽ നമ്മുടെ ഡ്രോൺ കുട്ടനെ ഒന്ന് പറത്താൻ വേണ്ടി നോക്കിയായിരുന്നു. ഇങ്ങനെ നമ്മുടെ ഡ്രോൺ ഇങ്ങനെ പറക്കുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് പോവാണ് കാറ്റ്. അതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഡ്രോൺ പുറത്തെല്ലാം നിർത്തി തിരിച്ച് ബാഗിൽ കയറ്റി അവനെ. അപ്പം അങ്ങനെ അപ്പം നമ്മൾ കിടക്കുന്ന ഹൗസ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇതാണ്. നമ്മൾ ഇവിടെയായിട്ടാണ് കിടക്കുന്നത്. അത്യാവശ്യം കുറച്ച് പാർക്കിംഗ് ഒക്കെ ഇനിയും ബാക്കിയുണ്ട്. 19 പാർക്കിങ്ങേ ഉള്ളൂ, പക്ഷേ ഇനിയും കുറച്ച് പാർക്കിംഗ് കൂടെ ഉണ്ട് ബാക്കി. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ വലിയൊരു ടി എ ഉണ്ട്, 350 പാർക്കിംഗ് ഉള്ളത്. ടി എ അല്ല, പെട്രോൾ പാസ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഹൗസിലായതുകൊണ്ട് നമുക്ക് രാവിലെ കുളിക്കലും മറക്കലൊക്കെ നടക്കും. പക്ഷേ ടി എ മറ്റേ അപ്പുറത്തെ പെട്രോൾ പാസിലാണെങ്കിൽ അതൊന്നും നടക്കില്ല. എന്തായാലും ഇവിടെ തന്നെ നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ സമയം 5 മണിയായപ്പോഴെങ്ങാണ്ടാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സമയം 3 മണിയാകുമ്പോൾ ടൈം റീസെറ്റ് ആകും. നമുക്കൊരു 4 മണിയാകുമ്പോഴത്തെ വിടാം. 5 മണി 6 മണി സുഖമായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ കാണാം. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് രാത്രി കാണാം, ഇല്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീക്കിൻ്റെ ഒരു 4ാമത്തെ ദിവസമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു മാനിറ്റോബയാണ്. മാനിറ്റോബ വിന്നിപെഗ് അവിടെ ഡെലിവറി ചെയ്യണം. അപ്പോൾ നമ്മൾ മിനിങ്ങാന്ന് ലോഡ് പിക്ക് ചെയ്തു. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ ഓടി. ഇന്നലെ ഫുൾ ഓടി. ഇനിയിപ്പോൾ ഇവിടുന്ന് വിന്നിപെഗ് ബോർഡർ വരെ നമുക്ക് 7 മണിക്കൂറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രക്കിൽ 8 മണിക്കൂറിൻ്റെ അടുത്ത് ഓടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂറും കൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്തായാലും അവിടെ എത്തും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മിനിയാപോളിസ് മിനിസോട്ടയ്ക്ക് കുറച്ച് ഒരു ഔട്ടർ ഏരിയയിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം രാവിലെ 4:18 അപ്പോൾ നമ്മളിപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാകുമ്പോൾ തിരക്കാവുന്നതിന് മുമ്പ് മിനിയാപോളിസ് ക്രോസ് ചെയ്യാം. വൺസ് ഒന്ന് മിനിയാപോളിസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കുള്ള ഏരിയ ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് സുഖമായിട്ട് പാട്ടും പാടി അങ്ങ് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂർ ഓടിച്ച് സെൻറ്റ് ക്ലൗഡ് മിനിസോട്ടയൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ കുറേ ഇപ്പുറത്ത് വന്നു. ഇനിയിപ്പം ഇവിടുന്ന് ഒരു 115 കിലോമീറ്റർ I-29 അതാണ് പിന്നെ നേരെ പോയി ബോർഡറിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു റെസ്റ്റ് ഏരിയ നിർത്തി. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ വലിയ കാറ്റും കാര്യങ്ങളൊന്നുമില്ല, നല്ല വെതറുമാണ്. ഇതിൻ്റെ അടുത്ത് നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ലൊക്കേഷനാണ്. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ഡ്രോണിനെ ഒന്ന് പറത്തി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് ആ വിഷ്വൽസ് കണ്ടിട്ട് വരാം.
ഹലോ ഗായ്സ്, അപ്പം ഡ്രോൺ ഷോട്ട് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല അല്ലേ? നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഈവൻ ഇതിൻ്റെ അപ്പുറത്തുള്ള ആ തടാകമൊക്കെ ഞാൻ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. കൊള്ളാം. നമ്മുടെ ഡ്രോൺ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് മെരുകിയും വരുന്നുണ്ട്. കുറച്ചും കൂടെ പറത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആയിക്കോളും. അപ്പം ആ ഡ്രോൺ ഷോട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പറ്റുന്നവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പം അങ്ങനെ എന്നാൽ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കണം. അത് നമുക്ക് എന്തായാലും ഒന്ന് എണ്ണ അടിക്കാൻ വേണ്ടി നിർത്താം. ആ സമയത്ത് നമുക്ക് അരമണിക്കൂർ ബ്രേക്ക് എടുക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ബോർഡറൊക്കെ ക്രോസ് ചെയ്തു. പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി. ഇവിടെ വന്നപ്പോഴത്തേനും ഓൾമോസ്റ്റ് നമ്മളൊരു 3 മണി കഴിഞ്ഞായിരുന്നു. എന്നിട്ട് നമ്മൾ ഓൾറെഡി ട്രെയിലറെല്ലാം ഡ്രോപ്പ് ചെയ്തു. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ട്രെയിലർ സ്വിച്ചാണ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഓൾറെഡി എം ടി ട്രെയിലർ ഉണ്ടാവും. നമ്മൾ ലോഡ് ട്രെയിലർ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് എം ടി ട്രെയിലർ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ലോഡ് ട്രെയിലറൊക്കെ ഇവിടെ ഇട്ടു. എന്നിട്ട് എം ടി ട്രെയിലർ ഒരെണ്ണം ഹുക്ക് ചെയ്തു. നമ്മളിപ്പോൾ എടുത്ത ട്രെയിലർ 1090 ആണ്. അപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ബോർഡറിൻ്റെ അടുത്തൊരു ഫ്ലൈയിങ് ജേ വരുന്നുണ്ട്, അവിടെ പോയി കിടക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ നമ്മുടെ ഓൾറെഡി ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഒരു ഡ്രൈവർ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഡ്രൈവർ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പുറകെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരനും അടുത്ത ട്രെയിലർ അവിടുന്ന് സ്വിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇൻസ്പെക്ഷൻ കഴിയാനായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വിടാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഫ്ലൈയിങ് ജയിലോട്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളങ്ങനെ ഈ യാർഡിൽ നിന്ന് ഹുക്ക് ചെയ്തിട്ട് ഇപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ശേഷം വന്ന ഡ്രൈവറാണ് മറ്റേ ഡ്രൈവർ. പുള്ളിക്കാരൻ ഇൻസ്പെക്ഷൻ ഒന്നും ചെയ്തില്ലെന്നാണ് തോന്നുന്നത്. ചുമ്മാ ഹുക്ക് ചെയ്തിട്ട് ഒറ്റ വിടൽ വിട്ടു. നമുക്ക് ഒരു പുതിയ ട്രെയിലർ ഹുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യണമെന്ന് മാൻഡേറ്ററി ആണ്. പുള്ളിക്കാരൻ വരുന്നതും കണ്ടു ഹുക്ക് ചെയ്യുന്നതും കണ്ടു 5 മിനിറ്റ് കൊണ്ട് ഒറ്റ വിടൽ. എന്താണോ ഇനിയിപ്പോൾ അവിടെ അടുത്ത് എവിടെയെങ്കിലും പോയി ഷട്ട് ഡൗൺ ചെയ്ത് കിടക്കാൻ വേണ്ടിയായിരിക്കും. ഇന്നിനിപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യുന്നുണ്ടോയെന്ന് ആർക്കറിയാം. എന്തായാലും നമ്മൾ ഇവിടുന്ന് പയ്യെ വിടുകയാണ് ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞിട്ട്. ഇത് മാനിറ്റോളിയൻ എന്ന് പറയുന്ന ട്രക്കിംഗ് കമ്പനിയുടെ യാർഡാണ്. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇവരുടെ തന്നെ ക്യൂബക്കിലുള്ള ബ്രാഞ്ചിലാണ് നമ്മൾ ഡെലിവറിക്ക് പോയിട്ടുള്ളത്. ഇതിപ്പോൾ ഇവരുടെ വിന്നിപ്പെഗ് മാനിറ്റോബയിലുള്ള ലൊക്കേഷനാണ്. ഇവരുടെ യാർഡാണ് ഇത് വരുന്നത്. അപ്പം ഈ യാർഡിൽ അത്യാവശ്യം അവരുടെ ട്രെയിലറും ഉണ്ട്. പിന്നെ നമ്മുടെ എം ടി ട്രെയിലർ അവർ അൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി വിടും. ആ ട്രെയിലറാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇത് ഇപ്പം മഞ്ഞൊക്കെ ഉരുകിയത് കൊണ്ട് ഇവിടെ മൊത്തത്തിൽ കുറച്ച് ചെളിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നേരത്തെ വന്ന ആ ഡ്രൈവറിന് നമ്മളാദ്യം വന്നുകൊണ്ട് ഞാനൊരു നല്ല ട്രെയിലർ എടുത്തു. നേരത്തെ ആ എടുത്തോണ്ട് പോയ മറ്റേ ഡ്രൈവർ എടുത്തോണ്ട് പോയ ട്രെയിലർ കുറച്ച് ചെളിയിൽ താഴ്ന്നായിരുന്നു കിടന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാണ്ടിരുന്നത്. എന്തായാലും പുള്ളിക്കാരൻ അത് ഇടിച്ച് കയറ്റി എടുത്തോണ്ട് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ വിടാം. ഇനിയിപ്പോൾ നമുക്കൊരു 3/4 മണിക്കൂർ ഡ്രൈവിംഗ് ആണുള്ളത്. പിന്നെ നമുക്ക് ഇനിയൊരു 2-2.5 മണിക്കൂർ ഡ്രൈവിംഗ് ടൈം ബാക്കിയുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല.
ഇന്നിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് എംപ്ലോയീസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഈവൻ റിസീവിങ്ങിനാണേലും ആകെ 2 പേരെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീക്കെൻഡിൽ വന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് കോൾ ബട്ടൺ ഞെക്കി അപ്പോൾ അവര് റിസീവിങ്ങിലുള്ളവർ അറിഞ്ഞു കഴിയുമ്പോൾ അവർ ഓപ്പൺ ആക്കി തരുവാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. ഇനിയിപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴും അതേ സെറ്റപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഡോക്കിൽ സീല് കട്ട് ചെയ്തിട്ട് ഡോക്കിൽ ഇട്ടോളാം, ഡയറക്റ്റ് ആയിട്ട് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തു. ഇല്ലാതെ നമ്മൾ സീൽഡ് ട്രെയിലർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുമായിരുന്നു. എന്തായാലും നമുക്കിവിടെ നിർത്തി അവരെ കോൾ വിളിച്ച് ഗേറ്റ് ഓപ്പൺ ആക്കി നമുക്ക് വിടാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഓടി നമ്മൾ ബോർഡറിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ഫ്ലൈയിങ് ജയിൽ നിർത്തി. വിന്നിപ്പെഗിലുള്ള ഫ്ലൈയിങ് ജയിലല്ല, നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരു ചെറിയ ഫ്ലൈയിങ് ജയിൽ ഉണ്ട്, ഒരു 19 പാർക്കിംഗ് ഉള്ള. അവിടെ നമ്മൾ നിർത്തി. നമ്മൾ വണ്ടിയൊക്കെ സേഫ് ആൻഡ് സെക്യൂറായി പാർക്ക് ചെയ്തു. ഇനിയിപ്പം ഇവിടുന്ന് നമുക്ക് പിക്കപ്പ് ലൊക്കേഷനിലോട്ട് 5 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് എന്തായാലും ഒരു 6 മണിക്കൂറിന് മേളിൽ പോകും. കാരണം ഇവിടുന്ന് നമ്മൾ പോകുന്ന ആദ്യത്തെ ഹൈവേ I-29 എന്ന് പറയുന്നതൊക്കെ 121 സ്പീഡ് ലിമിറ്റ് വരുന്നത്. നമ്മുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105. അപ്പം എന്തായാലും ഒരു 6 മണിക്കൂറിന് മേളിൽ പിടിക്കും. കറക്റ്റ് ഒരു 11 മണിയാകുമ്പോൾ അവിടെ എത്തി അവർ പെട്ടെന്ന് തന്നെ ലോഡ് ചെയ്ത് തരുവാണെങ്കിൽ നമുക്കത് കഴിഞ്ഞിട്ട് ഒരു 3-4-5 മണിക്കൂറും കൂടെ ഓടാനുള്ള സമയം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതേപോലെ പ്ലാൻ ചെയ്ത പോലെ നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ കടന്ന ഫ്ലൈയിങ് ജെയാണിത്. കടന്നല്ല, കടക്കുന്ന ചെറിയ കുറച്ച് പാർക്കിംഗ് ഉള്ളൂ. ഇപ്പോൾ ഒരു 10-45 പാർക്കിങ്ങേ ഉള്ളൂ. നമ്മുടെ അപ്പുറത്തൊക്കെ വണ്ടിയുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ട്രെയിലറുകളൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇത്രയാണ് പാർക്കിംഗ് ഉള്ളത്. പിന്നെ നമുക്ക് ഈ സൈഡിൽ അടുപ്പിച്ച് വേണമെങ്കിൽ 1-2 വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേണമെങ്കിൽ ഒരു ഡ്രോൺ ഷോട്ട് നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പം നിങ്ങൾ ആ ഡ്രോൺ ഷോട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല. അത് ഈ ലൊക്കേഷൻ എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം ഇന്ന് ഓൾറെഡി ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ല. നമുക്ക് ട്രക്ക് സ്റ്റോപ്പ് നിങ്ങൾ കണ്ടപ്പോൾ അറിയാൻ പറ്റും. ആകെ ഒരു
കൂടിപ്പോയി ഒരു 5-6 ട്രക്ക്, ഒരു 2-3 ഡ്രോപ്ഡ് ട്രെയിലർ മാത്രമാണ് ഉള്ളത്. പിന്നെ ഈ ഭാഗത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബോർഡറിലോട്ട് പോകുന്ന വണ്ടികളൊക്കെയാണ് വരൽ. കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ സിറ്റി ആയിട്ട് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. നേരെ ബോർഡറിലോട്ട് US പോകുന്നവർ മാത്രമേ ഇങ്ങോട്ട് വരലുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കില്ലാത്തത്. പിന്നെ ഇതിന് ചുറ്റും വലിയ അധികം സംഭവങ്ങളൊന്നുമില്ല. കുറേ ഇങ്ങനെ ഫാം ലാൻഡ് പോലെ ഇങ്ങനെ ചുമ്മാ നിരന്ന് കിടക്കുകയാണ്. ഡ്രോണിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അത്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ അങ്ങനെ ഈ വീക്കിൽ 4ാമത്തെ ദിവസവും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങാം. നമുക്ക് രാവിലെ എണീറ്റ് കുളിച്ചിട്ട് നമുക്ക് പോവാം. നമുക്ക് അവിടുത്തെ പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 11 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 6 മണിക്കൂർ കണക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിയാകുമ്പോൾ വിടണം. എന്നാലാണ് അവിടെ നമുക്കൊരു 10 മണി 11 മണിക്കുള്ളിൽ എത്തുള്ളൂ. അപ്പം നമുക്ക് ഒരു 4 മണിയാകുമ്പോൾ വിടാം. ഒരു 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യണം. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്.